അതിനെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സാലറി ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ബാംഗ്ലൂർ കമ്പനി ജോയിൻ ചെയ്യേണ്ടായി. അവിടെ ചെന്നെത്തി നോക്കുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ വലിയ വൈബോ കാര്യങ്ങളൊന്നുമില്ല. ഒരു എന്താണ് 3 കൊളീഗ്സും പിന്നെ എൻ്റെ ഓണറും ഉണ്ട്. അവിടെ പ്രൊജക്റ്റ് എന്ന് വരുന്നത് വെച്ചാൽ സ്റ്റുഡൻസ് പ്രൊജക്റ്റും അതേപോലെ സുഡാൻ ബേസ് ചെയ്തിട്ട് ഒരു കോളേജിന് വേണ്ടി നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കുക, അതേപോലെ അതിൻ്റെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ, പിന്നെ ബഗ് ഫിക്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് വളരെ എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല. എനിക്കൊരു സ്പേസ് കിട്ടാനല്ലോ, അറ്റ്ലീസ്റ്റ് ഐ ഹാവ് ടു പ്രൂവ് സംതിങ് മൈസെൽഫ് എന്നുള്ള ആ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കഴിഞ്ഞു പോകാനുള്ള ഒരു വട്ടച്ചെലവിനുള്ള സാലറി എന്തായാലും കിട്ടുന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിനോട് അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്, അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓണർ നമ്മളെ ടീം ലീഡ് ആക്കിയതും പിന്നെ ഓഫീസ് മൊത്തത്തിൽ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചും ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എന്ത് ചെയ്തു, എല്ലാം ഇനിഷ്യേറ്റ് ചെയ്ത് ഇതിൻ്റെ റിസ്ക് തന്നെ കാര്യങ്ങളൊക്കെ അവിടെയുള്ള കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവിടെ തന്നെ ഞാനും ഹയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ സ്റ്റുഡൻസ് വരുമ്പോൾ അവർക്കുള്ള ഹെൽപ്പ് കാര്യങ്ങൾ, അവരുടെ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള ഹെൽപ്പ് കാര്യങ്ങൾ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് കമ്പനിയെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അച്ചായൻ്റെ എൻട്രി. അപ്പോൾ അച്ചായൻ്റെ കുറേ ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ എൻ്റെ സാലറിനെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സാലറി ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്ര കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പുള്ളിക്കാർക്ക് ഇന്നൊരു ഫേവർ തോന്നിയിട്ടാവാം പുള്ളി സ്വന്തം റിസ്കിൽ തന്നെ കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ പുതിയ ഒരു ഇ-കൊമേഴ്സ് കമ്പനിയിലേക്ക് റെഫർ ചെയ്യുന്നതും അവിടെ പോയി ഞാൻ ജോയിൻ ചെയ്യുന്നതും. ബാക്കി നാളെ.